ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സംസ്ഥാനത്ത് കൗതുകകരമായ പല സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായിരുന്നു താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ മത്സരിച്ച കരിങ്ങമണ്ണ വാർഡിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥി ബാബു കുടുക്കിൽ. അദ്ദേഹം ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ സമരവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഒളിവിലായിരുന്നു. അദ്ദേഹം ആ സമരസമിതിയുടെ ചെയർമാനുമായിരുന്നു. ഒളിവിൽ കഴിയവെയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം നോമിനേഷൻ നൽകാൻ വരുന്നതും ഒളിവിൽ കഴിഞ്ഞ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മറ്റുമാണ്. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിന് അവിടെ നിന്ന് ജയിച്ചു കയറുകയും ചെയ്തു. ഇപ്പോഴും ഒളിവിലാണ് എന്ന് ഒരു പക്ഷേ പറയാൻ കഴിയും. അദ്ദേഹത്തിന് ആ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും മറ്റ് ചില കേസുകൾ കൂടി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും ഇപ്പോൾ ബാബു കുടുക്കിൽ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒളിവിൽ കഴിഞ്ഞ് ഒരു കേസിൽപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞ് മത്സരിച്ച് ഇങ്ങനെ ജയിച്ചു കയറുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതെ. താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് കരിങ്ങമണ്ണ ഡിവിഷന് നോമിനേഷൻ കൊടുത്ത് വാർഡ് കാണാതെ അവിടുത്തെ ജനങ്ങൾ ഓരോരുത്തരും സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് അവർ തിരഞ്ഞെടുപ്പ് നയിച്ചുകൊണ്ടാണ് വമ്പിച്ച വിജയം നേടിയിരിക്കുന്നത്. സത്യത്തിൻ്റെയും അതുപോലെ തന്നെ നീതിയുടെയും വിജയമാണ്. ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ഇത്തരം വിജയങ്ങളൊക്കെ തന്നെ വലിയ ആവേശം പകരുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ പാർട്ടി എന്നെ ഈ 11-ാം വാർഡിലേക്ക് നിയോഗിച്ചത് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരവും പാർട്ടിയുടെ ആവശ്യപ്രകാരവുമായിരുന്നു. ഞാൻ ആ വാർഡ് കണ്ടിട്ടില്ല, ആ വാർഡിലേക്ക് പോയിട്ടില്ല. ഇന്നും അവിടെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ ആ നാട്ടിലെത്തി ആ വാർഡിൽ അവിടുത്തെ ജനങ്ങളിൽ ഒരാളായിക്കൊണ്ട് അവരോടൊപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ ആ വാർഡിൽ കൂടി ഒഴുകുന്ന ഇരുതുള്ളിപ്പുഴ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രഷ് കട്ട് മാലിന്യമാക്കിയ ആ ഇരുതുള്ളിപ്പുഴ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ആ വാർഡിൽ കൂടി ഒഴുകുന്ന പുഴയാണ്. ആ പുഴ ധാരാളം ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കൊക്കെ, താമരശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റൽ അടക്കമുള്ള ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കൊക്കെ വെള്ളമെടുക്കുന്ന ആ പുഴ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുമെന്ന് ഉറപ്പ് നൽകുകയാണ്. ഇപ്പം ഈ നേരത്തെ കേസ് സൂചിപ്പിച്ചിരുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? അതിൽ അങ്ങ് ഹൈക്കോടതി വരെ സമീപിച്ചിരുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? എനിക്ക് എതിരെ 8 കേസുകളിൽ FIR ഇട്ടിട്ടുണ്ടായിരുന്നു. താൽക്കാലികമായി ഹൈക്കോടതി അടുത്ത 5-ാം തീയതി വരെ 5/1/2026 വരെ അറസ്റ്റിന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി കേസുകളൊന്നുമില്ല. ചെറിയ 1-2 കേസുകളാണുള്ളത്. പെറ്റി കേസുകളാണ്. അതും ഫ്രഷ് കട്ട് കൊടുത്ത കേസുകളാണുള്ളത്. തിങ്കളാഴ്ചയോടുകൂടി അതും തീർത്തുകൊണ്ട് വാർഡിലേക്ക് ഇറങ്ങാനാണ് തീരുമാനിക്കുന്നത്. പിന്നെ കോടതിയിൽ വിശ്വാസമുണ്ട്. തീവ്രവാദി എന്നും ക്രിമിനൽ എന്നും ചാർത്തപ്പെട്ട പട്ടം അത് വെച്ചാണ് മത്സരിച്ചത്. എന്തായാലും നമുക്കൊക്കെ അറിയാം, ഒരു തീവ്രവാദിയോ ഒരു ക്രിമിനലിനെയും ഒരു ജനങ്ങൾ വിജയിപ്പിക്കില്ല എന്നുള്ളത്. ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു തീവ്രവാദി ക്രിമിനലാണ് കുടുക്കിൽ ബാബു. അതെല്ലാവർക്കും അറിയാം. ഞാൻ അവിടെ പോകണമെന്നില്ല, ഞാൻ അവിടെ പ്രവർത്തിക്കണമെന്നില്ല. അവർക്കതറിയാം. ആ നാട്ടിലെ ജനങ്ങൾക്കും ആ നാട്ടുകാർക്കും എന്നെ നന്നായിട്ട് അറിയാവുന്ന നാട്ടുകാരാണത്. മറ്റൊന്ന്, ഒരു വോട്ടറോട് പോലും നേരിട്ട് വോട്ട് ചോദിച്ചിട്ടില്ല. ഇങ്ങനൊരു വിജയം ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന പ്രതി 225 മറ്റല്ലേ ലീഡ്? 230 ആണ് ലീഡ്. ഒരാളോട് പോലും നേരിട്ട് വോട്ട് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഫോണൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോണൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഫോണിലും ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ പ്രവർത്തകർ തന്നെ, അവിടുത്തെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളടക്കമുള്ളവർ, അവരാണ് പ്രചരണം നയിച്ചതും ഈ വമ്പിച്ച വിജയം ഈ നാടിനും അതുപോലെ തന്നെ എനിക്കും ഈ എൻ്റെ പാർട്ടിക്കും ഉണ്ടാക്കി തന്നത് അവിടുത്തെ ജനങ്ങളാണ്. നമ്മുടെ പഞ്ചായത്തിലെ ഭരണവും UDF-നാണ്. ഈ ഫ്രഷ് കട്ട് നമ്മുടെ ഈ പഞ്ചായത്ത് ഏരിയയിലാണ്, ആ പ്രദേശത്താണ് ഉൾപ്പെടുന്നത്, പഞ്ചായത്ത് പരിധിയിലാണ് പെടുന്നത്. തീർച്ചയായും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും തുടർ നടപടി അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്വീകരിക്കാൻ കഴിയുമെന്ന് നോക്കുമോ? 100%. ഞാനൊരിക്കൽ പോലും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരാൻ ഉദ്ദേശിച്ച ആളല്ല. അവിടുത്തെ ജനങ്ങളും പാർട്ടിയും നിയോഗിച്ചതാണ് എന്നെ. എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ആ ഫ്രഷ് കട്ട് എന്ന ആ സ്ഥാപനം അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുന്നവരെ, അവിടെ ഞങ്ങൾ ഒരിക്കൽ പോലും ജനാധിപത്യ രീതിയിലുള്ള സമരമാണ് അവിടെ ചെയ്തത്. അവിടെ അന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. കോടതിയിലായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയുന്നില്ല. ഞങ്ങൾ കേസുകളൊക്കെ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഫ്രഷ് കട്ട് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുന്നത് വരെ ഈ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊക്കെ ഞങ്ങൾ ആ ഫ്രഷ് കട്ട് മാറ്റുന്നതിന് വേണ്ടി അവിടെ ചെയ്യും.
എന്തായാലും ഒരു വോട്ടറെ പോലും നേരിൽ കാണാതെ മത്സരിച്ച് 230 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് താമരശ്ശേരി കരിങ്ങമണ്ണ വാർഡിൽ നിന്ന് ജയിച്ചു കയറിയിരിക്കുകയാണ് ബാബു കുടിക്കിൽ. അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ടാണ് മാറി നിന്നത്. 2 ദിവസത്തിനകം ഈ വോട്ടർമാരെ നാട്ടുകാർ നേരിൽ കാണാൻ കഴിയുമെന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറ പേഴ്സൺ ജെയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷബീർ അമർ, മീഡിയ 1 കോഴിക്കോട്.